Welcome back to new vlog, guys, and happy Independence Day. Yes, today is August 15 and നമ്മളൊരു ചെറിയൊരു ഇൻഡിപെൻഡൻസ് റൈഡ് പോവാണ് ഇൻ ഫീച്ചറിങ് വിത്ത് മോട്ടോ അഗോറിയൻ. അവരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വി ആർ ഗോയിങ് വിത്ത് ദം. ഇപ്പം ഇവിടെ നിയർ ബൈ സ്പോട്ട് തന്നെയാണ്. ലൈക്ക് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത് നമ്മൾ പനമ്പള്ളി നഗറിലാണ്. സോ അവിടെ നിന്ന് നമ്മൾ പേഴല, അവിടെ ഒരു പൊക്കാളി ടൂറിസ്റ്റ് ഫാം അങ്ങനെ ഒരു ലൊക്കേഷനാണ്. ആൻഡ് വി ആർ ഗോയിങ് ടു ദി സ്റ്റാർട്ടിംഗ് പോയിന്റ്. യെസ്, സോ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ, ഗൈസ്. I think it's 79th Independence Day ആണ്. ഇത് ഇനി മോർണിംഗ് ടിൽ ഒരു വിത്ത് ലഞ്ച് അങ്ങനെയാണ് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യണം. നമ്മുടെ ക്ലബിൽ നിന്ന് നിയർലി 9 or 10 ബൈക്സ്. ഒന്ന് രണ്ട് പേര് അവിടെ ഡയറക്റ്റ്ലി ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരുടെ സൈഡിൽ നിന്ന് എന്തായാലും എനിക്ക് തോന്നുന്നു അയ്യോ കള്ളൻ ഗിയർ വീണാണ്. അപ്പം എന്തായാലും അവരുടെ സൈഡിൽ നിന്ന് അതിന് എന്തായാലും കൂടുതലുണ്ടാവും. സോ ഓൾ ടോട്ടൽ ഒരു എന്തായാലും ഒരു ലെസ് ദാൻ 40 ബൈക്സ്, മേ ബി മോർ ദാൻ ദാറ്റ് എന്തായാലും ഉണ്ടാവും. Vamos a ver todo lo que hay. Disimular, así el problema y la duda no nos ven pasar. El que se enoja, mi amor, pierde un turno y se baja en esta estación. ക്ലബ്ബ് റൺ ചെയ്യുന്ന ഒരു ചെറിയ സിറ്റി റൈഡാണ്, നമ്മുടെ ഫ്രീഡം റൈഡാണ്, എല്ലാ വർഷവും നടക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന അഗോറിയൻസ് ക്ലബ് മെമ്പേഴ്സ്, നമ്മുടെ ബുള്ളറ്റ് ഹുഡിലെ എല്ലാ മെമ്പർമാരും, അതേപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് റൈഡേഴ്സും ഇല്ലിയനായി വന്നിരിക്കുന്ന എല്ലാവർക്കും വെൽക്കം ടു ദിസ് ഇവൻറ്റ്. പ്രാവശ്യമുള്ളത് വളരെ സ്പെഷ്യലായിട്ട് കേസ് തന്നെയാണ്. വീടിന് കൂടെ ഉള്ളത് അമ്മയാണ്, അമ്മയാണ്. അറിയാത്തവർക്ക് വേണ്ടി പറയാം, നമ്മുടെ ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്ത സ്പീഡ് സ്കേറ്ററാണ്. സൗത്ത് കൊറിയയിൽ ബ്രോൺസ് മെഡൽ. ഞങ്ങൾ ഇവിടെ ഞാനായിരുന്നു ലീഡർ. സ്വീപ്പർ വന്നത് സ്റ്റീവൻ, ബാക്കിൽ സ്റ്റീവൻ ഉണ്ടാവും. നമ്മളിവിടെ നിന്ന് ഫസ്റ്റ് പോണത് പനമ്പള്ളി റൂട്ടിൽ നിന്ന് നേരെ പോയി വൈറ്റിലേന്ന് പാലാരിവട്ടം, പിന്നെ പാലാരിവട്ടത്തിൽ നിന്ന് എടപ്പള്ളി ജംഗ്ഷൻ, കച്ചേരിപ്പടി, ഹൈക്കോടതി ജംഗ്ഷനിൽ റൈറ്റ് പോയിട്ട് നേരെ. ദാറ്റ് വാസ് ദി ബ്രീഫിംഗ്, ഗൈസ്. നമ്മൾ ഇവിടുന്ന് ¿Qué tal? Vengo a saldar las deudas con mi existir. Que el dolor y el temor firmen pactos de alquimia con nuestro vivir. Ese pasado y tu cruz. Okay, siempre let's roll. Las alas de tu razón. Todo es parte del plan que vamos escribiendo para vos y para mí. Queda claro. Estamos todos acá de paso. Yo me la banco porque sé que estoy con vos. Yeah, guys. Yes, so we are rolling. Yeah. So നമ്മുടെ റൂട്ട് ബ്രീഫി പറഞ്ഞ പോലെ ലൈക്ക് നമ്മളിവിടുന്ന് ടുവേർഡ്സ് വൈറ്റ്ല, പലരവട്ടം സ്റ്റേഡിയം, ആൻഡ് ഫ്രം ദർ നമ്മൾ കണ്ടേൻ റോഡ് പിടിച്ച് വിൽ ബി ഗോയിങ് ടു ഡെസ്റ്റിനേഷൻ. സ്കാറ്റേർഡായി ഇപ്പോൾ ബൈക്സ് കുറച്ച്. ആൻഡ് ഈ
മോട്ടോർ അഗോരിയൻസ് ആയിട്ട് നമുക്ക് ലൈക്ക് നമ്മുടെ ക്ലബ് ലൈക്ക് വി ഹാവ് ലൈക്ക് ലോങ് ബോണ്ട്. നമ്മൾ കുറേ റൈഡ്സ് അവരായിട്ട് ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ ഗാങ് ഇസ് ലൈക്ക് എനർജറ്റിക് വൈബ്രൻറ്റ് കിടിലൻ ഒരു ഗാങ്ങാണ്. ആൻഡ് ലുക്ക് അറ്റ് ദ ലൈനപ്പ് ഗൈസ്, ഇറ്റ്സ് ജസ്റ്റ് ഓസം. ഞാൻ നിന്ന് ഓടിച്ചല്ല അതിൻ്റെ ഒരു ഇത് കാണുന്നത്. Tenemos saldo deudor con el mundo allá afuera. Hagamos algo mejor. Queda claro, estamos todos acá de paso. Ven abajo. യെസ്, അപ്പം നമ്മൾ സ്റ്റേഡിയത്തിലെത്തിയിട്ടുണ്ട്. Stadium. Yeah. Okay. Now നമ്മൾ ഇനി ഡയറക്റ്റ് ലൊക്കേഷൻ ആണ്, which is in പിഴല. ഗാന്ധിജിയൊക്കെ ഇത് ഏത് സ്കൂളാണാവോ? റെഡ് ക്രോസ്. ഓക്കെ. ഭൂമി ഷേവ്. ഭാരത് മാത. നൈസ് നൈസ്. പിള്ളേരൊക്കെ വെയിലത്ത് നടത്തിങ്ങനാണല്ലോ. വെയിലില്ല. ഞാനും പണ്ട് ചെറുതിലെ മറ്റേ കപ്സിൽ ബബിൾസ് അതിലെ മാർച്ച് ഫസ്റ്റ് പോയത് ഓർത്ത് പോകുന്നു. യെസ് ഫ്രണ്ട്സ്, നമ്മൾ ഒരു പിറ്റ് സ്റ്റോപ്പ് എടുത്തേക്കാണ്. യെസ് യെസ് യെസ്, കണ്ട് ആൻഡ് ഇവിടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് നമ്മൾ വിൽ ബി മൂവിങ് ടു ലൊക്കേഷൻ. ഇത് മറ്റേ മെറിനോൺ ഫ്ലാറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യൂൻസിൽ നമ്മളങ്ങനെ കണ്ടെയ്നർ റോഡിലേക്ക് കയറുവാണ്. അവിടെ ഇപ്പം എന്തോ അപ്രോച്ച് റോഡൊക്കെ ഒരു സെറ്റ് ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. സോ സോറി, റൈറ്റോ ലെഫ്റ്റോ അല്ല, ഇങ്ങോട്ടാണ്. ഇവിടെയാണ് ഇങ്ങനെ അടച്ചേക്കണം. ഈസ്റ്റോം റൈഡേഴ്സ്. നമ്മളങ്ങനെ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഫ്യൂ മീറ്റേഴ്സ് അവേ. പിഴല പൊക്കാളി ഫാം. ഓക്കെ.
ചായയൊക്കെ കുടിച്ച് ഫുൾ ബൈക്ക് ഇവിടെ സ്പോൺസർ ലെൻസ് മാജിക്കിൻ്റെ ഒരു ചെറിയ സ്റ്റോളൊക്കെ ഇട്ടുണ്ട്. നെക്സ്റ്റ് വി ഹാവ് സം ഗ്യാദറിംഗ് ഹിയർ. എല്ലാവരും സെറ്റിലായി ശരിയാണ്. ബുള്ളറ്റ് ഹുഡിന്റെ റോബിൻ ഗിൽബർട്ട് എന്നെ ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. നമ്മുടെ മോട്ടോർ അക്വേറിയൻസിന്റെ വൈസ് പ്രസിഡന്റ് വിഷ്ണു ചേട്ടനെ, ക്ലബ് സെക്രട്ടറി നിമിത്തിനെയും ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. 17 തൊട്ട് മോട്ടോർ അക്വേറിയൻസിന്റെ പാട്ടാണ്. അപ്പോൾ നമ്മൾ ചടങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു കഥയും കൂടി പറഞ്ഞേക്കാം. കാരണം ഈ പരിപാടി എന്നെ ഹോസ്റ്റ് ചെയ്യാൻ ഏൽപ്പിക്കുമ്പോൾ സ്റ്റീവ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു തമാശ എന്തെങ്കിലും പറഞ്ഞിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട്. നമ്മുടെ മെഡിക്കൽ റെസ്റ്റ് ഹോസ്പിറ്റലിൽ ആ ജംഗ്ഷനിൽ വന്ന് വണ്ടി നിർത്തി പെരുമഴയത്താണ് ഫുൾ റൈഡേഴ്സ് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ മഴയത്ത് ഒരു ഓട്ടോക്കാരൻ ഞങ്ങളെ നോക്കിയിട്ട് പറഞ്ഞ ഫസ്റ്റ് ഡയലോഗാണ്, നിങ്ങൾക്ക് കുറച്ച് വിഷമം ഉണ്ടല്ലേ എന്നുണ്ടായിരുന്നു ഈ മഴയത്ത് ഇറങ്ങി എന്നുള്ളത്. പക്ഷെ അത് ആ കഥ ഫ്ലിപ്പ് ആവുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ മഴയോട് കൂടിയാണ് നമ്മുടെ സ്റ്റേറ്റ് കണ്ട ഏറ്റവും വലിയ ഡിസാസ്റ്റേഴ്സിലൊന്നായ ഫ്ലഡ് ഉണ്ടാവുന്നതും. അടുത്ത ഒരാഴ്ച അന്ന് സ്കേറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത് കേരളത്തിന് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്ത് അതുപോലെ തന്നെ കേരളത്തിലെ നിന്ന് ആദ്യമായ ഒരു വുമൺ, അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഫസ്റ്റ് മെഡൽ മേടിച്ച വുമൺ ആയ അബ്നയ്ക്ക് ഞങ്ങളുടെ ചെറിയൊരു കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, കാര്യം ഞാൻ ഇന്ത്യക്ക് വേണ്ടി ഒരു മെഡൽ അച്ചീവ് ചെയ്തു എന്നത്. കാര്യം ഇതിൻ്റെ സ്ട്രഗിൾ, ഇതിൻ്റെ പുറകിലുള്ള സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. പിന്നെ ഈ ഒരു മെഡൽ, ദിസ് ഇസ് ദ ഫസ്റ്റ് ഇന്റർനാഷണൽ മെഡൽ ഫോർ ദി സ്പീഡ് സ്കേറ്റിംഗ് ഇൻ കേരള. നമ്മളുടെ കേരളത്തിലെ ഹിസ്റ്ററി വെച്ച് നോക്കുവാണെങ്കിൽ ഇതുവരെ ആർക്കും ഇന്ത്യൻ ടീമിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല. So I am the first ever woman to represent India in the World Skate Games 2024, Asian Championship 2025 and also for selected for the World Championship 2025. So World Championship ചൈനയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്, ചെങ്ഡു എന്ന് പറഞ്ഞ സ്ഥലത്ത്. സോ അത് ഈ സെപ്റ്റംബറിലാണ്. അപ്പോൾ അതിന് മുന്നേ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞു ആൻഡ് എനിക്ക് ഈ ഒരു മെഡൽ കിട്ടി. ഇതെൻ്റെ ഒരു ഫസ്റ്റ് ഇൻ്റർനാഷണൽ മെഡലാണ്. എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്ന ഫസ്റ്റ് ഇൻ്റർനാഷണൽ മെഡലാണ്. സോ ഇതെൻ്റെ ഒരു ബിഗിനിങ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. കാര്യം ഞാൻ സ്കേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത് 4th സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ്. ആൻഡ് ഇപ്പോൾ 12 years ആയി സ്കേറ്റിംഗ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നു. സോ നമ്മളുടെ ഈ സ്കേറ്റിംഗ്, കേരളത്തിൽ സ്കേറ്റിംഗ് അത്ര പോപ്പുലർ അല്ല, ഫെമിലിയർ അല്ല. ഇപ്പോൾ സ്കേറ്റിംഗ് എന്ന് പറഞ്ഞാൽ കൂടെ ചിലപ്പോൾ ആർക്കും അറിയില്ലായിരിക്കും അതെന്താ സംഭവം എന്ന്. സ്കേറ്റ് ബോർഡ് കേട്ടിട്ടുണ്ടാവും. എന്നിട്ട് ഈ ഒരു സമയത്ത് മീൻസ് ഞാൻ ആ ഒരു കുഞ്ഞി ടൈമായ സമയത്ത് ഒരു ഫെസിലിറ്റീസ് ഇല്ല ഇവിടെ. അതുപോലെ തന്നെ ബാൻഡ് ട്രാക്ക് ഇല്ല. നമ്മൾ സ്കേറ്റ് ചെയ്യുന്നത് ഒരു ബാൻഡ് ട്രാക്കിൽ, ഒരു 200 meter ട്രാക്കിൽ. അതിൽ ജസ്റ്റ് ഒരു കേറ്റോണിക്സുകൾക്ക് ഒരു 3 months അല്ലെങ്കിൽ 2 months ഉണ്ടാകുന്ന ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എനിക്കുണ്ടായത് ഒരു വർഷം എടുക്കും. കാര്യം ഈ ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ് ഇതുവരെ നമുക്കറിയുള്ളൂ. ഞാൻ നാഷണൽസ് ചെല്ലുമ്പോൾ മനസ്സിലാക്കും, ഇതൊന്നും പോരാ, അപ്പോൾ അവിടെ തോക്കും. പിന്നെയും നെക്സ്റ്റ് വർഷം ചെല്ലും, അവിടെയും പിന്നെയും തോക്കും. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് എൻ്റെ ഫസ്റ്റ് മെഡൽ ഞാൻ നാഷണൽസിൽ അറ്റൈൻ ചെയ്തത് 17 yearsലാണ്. അപ്പോൾ എനിക്ക് അത്രയും വർഷം എടുത്തു. ഈ കേരളത്തിലായതുകൊണ്ട് എനിക്ക് അത്രയും വർഷം എടുത്തു എനിക്ക് മെഡൽ കിട്ടാനായിട്ട്. ഒരു ദിവസം ഞാൻ മെഡൽ അടിക്കും. അപ്പം that's the only message I want to give you on this day. Thank you so much. Thank you all. It's not just motor against community, it's a Royal Enfield community. സോ ആദ്യമായിട്ട് തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഇവന്റിന് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്ന അതിന് നന്ദി പറയുന്നു. അടുത്തതായി ബുള്ളറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും അപ്പോൾ അവിടെ റൈഡ് എന്തെങ്കിലും അക്കോർഡിങ്സ് അങ്ങോട്ട് വരും. ബുള്ളറ്റ് വുഡിന് എന്തെങ്കിലും എന്താ പറയുക
എല്ലാ ക്ലബ് മെമ്പേഴ്സായിട്ടും നല്ല കോണ്ടാക്ട് ഉണ്ട്. നല്ലൊരു അലയൻസ് ആണ് ബുള്ളറ്റ് ക്ലബായിട്ടുള്ളത്. അത് ഫ്യൂച്ചറിലും നല്ല രീതിയിൽ തന്നെ പോകട്ടെ. അപ്പോൾ ഒരിക്കൽ കൂടെ കോമൻസിനും ബുള്ളറ്റുള്ള ബാക്കിയുള്ള ക്ലബ് മെമ്പേഴ്സിന് നന്ദി പറഞ്ഞു. Vamos a ver todo lo que hay. Disimular. ഇനി ഇത് ഗോൾഡ് അല്ലേ, ഗോൾഡ് മെഡൽ അല്ലേ, ഇത് ബ്രോൺസ് അല്ല. ഇനി ഗോൾഡിലേക്ക് എത്തട്ടെ. Tenemos saldo deudor con el mundo allá afuera. Hagamos algo mejor. Queda claro. Estamos todos a paso. പരിപാടിയൊക്കെ നമ്മുടെ അവിടുത്തെ ഗ്യാതറിംഗ് കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിക്കുകയാണ്. ബിരിയാണി ഗൈസ് എങ്ങനെയുണ്ട് ബിരിയാണി? ഓക്കെ ഗൈസ് കഴിച്ചിട്ട് കാണാം. So that's it guys. So heading back. അപ്പോൾ എന്തായാലും കിടിലൻ ഒരു ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ ആയിരുന്നു വിത്ത് അഗോരിയൻസ്. കിടിലൻ പരിപാടിയായിരുന്നു. വെൽ അറേഞ്ച്ഡ്. Yeah, that's it. So hope you guys enjoy the video. Catch you soon. കുറച്ച് വീഡിയോസൊക്കെ വരാനുണ്ട്. നമ്മുടെ ലൈക്ക് എഡിറ്റൊക്കെ ചെയ്യാതിരിക്കണം. So yeah, so catch you guys in next video. Till then, this is Kimich signing off. Bye. Lo que hay. No te asustes, mi amor. Disfrutemos al palo de nuestra canción. Vamos a